ഐസക് ജോർജിന്റെ ഹൃദയവും വഹിച്ചുള്ള ആംബുലൻസ് അല്പസമയത്തിനകം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെടും. പിന്നീട് വിമാനത്താവളത്തിലേക്ക് എത്തും. ഏതാണ്ട് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. ചാക്ക വഴിയാണ് വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. 6 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയും. റോഡിൽ ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ ADGP ശ്രീജിത്ത് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എയർ ആംബുലൻസിലാണ് കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുവരുന്നത്. ഹയാത്തിലാണ് എയർ ആംബുലൻസ് എത്തുക. അവിടെ നിന്ന് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് വളരെ വേഗം തന്നെ എത്തിക്കുക എന്നുള്ളതിലേക്ക് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം നിമിഷങ്ങൾക്ക് കൊണ്ട് ഇവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് റോഡിലൊക്കെ തന്നെ പോലീസ് ബന്ദോബസ്തായി നൽകിയിട്ടുള്ളത്. എന്തായാലും DCP ഉൾപ്പെടെ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. സാർ, എങ്ങനെയാണ് റോഡിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? റോഡിൽ നമ്മൾ വാഹനം വരുന്ന റൂട്ട് മുഴുവൻ ക്ലിയർ ആണ്. ട്രാഫിക് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൺജഷൻ എല്ലാം നോക്കിയിട്ട് അതെല്ലാം പ്രിവെന്റ് ചെയ്തിട്ട് ബൈ റോഡുകളിലെല്ലാം നമ്മുടെ പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ട്. ഫുള്ളി റോഡ് സ്റ്റെറിലൈസ്ഡ് ആയിട്ട് നമ്മൾ വാഹനം പരമാവധി സ്പീഡിൽ ഇവിടെ എത്തിക്കും. ഏകദേശം എത്ര സമയം പ്രതീക്ഷിക്കുന്നു ഇവിടെ എത്താൻ? വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തും. 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ എത്തും. ഇങ്ങനെയാണ് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പോലീസ്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എയർപോർട്ടിന്റെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതം, അതായത് ശംഖുമുഖം ഭാഗത്തേക്കുള്ള എല്ലാ റോഡും പോലീസ് ബന്ദോബസ്ത് ചെയ്യും. ആ സമയത്ത്, അതായത് കിംസിൽ നിന്ന് ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റോഡുകളെല്ലാം തന്നെ ക്രമീകരിക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.